നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടണിൽ തന്നെ, അതായത് ജയ്പൂരിൽ നിന്നുള്ള ജുവാത്തിയിൽ നിന്നുള്ള കോട്ടൺ ഫാബ്രിക്. അതിനകത്തേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന 189 rupees. ഒരു മീറ്ററിന് 44 inch വിട്ടിലുള്ള ഫാബ്രിക് ആണ്. 60s by 60s ആണ് ത്രെഡ് കൗണ്ട് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റ് ആയിട്ട് കളർ ഗാർഡ് യൂസ് ചെയ്യണം കേട്ടോ. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. വാഷ് ചെയ്യുന്നതിന് മുമ്പ് കളർ ഗാർഡിൽ നിന്ന് മുക്കി വെച്ചിട്ട് വേണം ഡിറ്റർജന്റ് വാഷ് ചെയ്യാനായിട്ട്. ഇത് വന്നിരിക്കുന്നത് ഒരു മെഹന്തിയുടെ കളറിനകത്തേക്ക് വരുന്ന ഒരു ബ്ലൂ കളർ, ഒരു എന്താ പറയുക ബുട്ട പോലത്തെ ഒരു ഡിസൈനിലേക്കാണ് വരുന്നത്. എല്ലാം 10 മീറ്ററിന്റെ ഒരു താണാണ്. അപ്പൊ നമ്മളിത് എന്താ പറയുന്ന ഇത് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു ഞാൻ ജയ്പൂർ ചെന്നിട്ടുള്ളത്. ആ ഒരു ടേബിളിന്റെ ഒരു ലെങ്ത്തിലാണ് ഓരോ ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ ജാലി പാറ്റേണിലേക്ക് പോകുന്നു. സെയിം തന്നെയാണ് ഫാബ്രിക്കും പ്രിന്റും എല്ലാം. അതുകൊണ്ട് 189 rupees. ഇതും അതേ കളർ കോഡിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ തന്നെ, ബ്ലൂവിനായാലും ബേസ് കളറിനായാലും കുറച്ചും കൂടി ഡെപ്ത് കൂടിയിട്ടുള്ള കളറാണ്. ഇതിനകത്തൊരു ബേർഡ്സിന്റെ ഡിസൈൻ ഒക്കെ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഒരു ലീഫിന്റെ പ്രിന്റ് ആണ്. കുറച്ചും കൂടി യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് കളറും, അതായത് ബേസ് കളറിനകത്തേക്ക് ബ്ലൂവും ഗ്രീനും ആയിട്ടുള്ള പ്രിന്റ് ആണ്. ലീഫിന്റെ പാറ്റേണിലേക്കാണ് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. നമുക്കിനി വരുന്ന ഈ ഹോട്ട് സീസണില് കംഫർട്ട് ആയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലൊക്കെ ചെയ്ത് യൂസ് ചെയ്യാവുന്ന പാറ്റേണിലേക്ക് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ജാലിയാണ്. കുറച്ച് വലുപ്പമുള്ള ജാലി പാറ്റേണിലേക്ക് പോകുന്നു. 44 inch വിട്ടിലുള്ള ഫാബ്രിക് തന്നെയാണ്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നതും ജാലിയിലുള്ളതാണ്. ഫ്ലോറൽ ആൻഡ് ലീവ്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ്. 189 rupees. ഒരു മീറ്ററിന് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അങ്കമാലിയിലുള്ള പൂത്തിരി വിസിറ്റ് ചെയ്താൽ മതി.